ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ ഒരു മെഴുകുതിരിയെങ്കിലും കത്തിക്കാൻ ഇടത് വലത് മുന്നണികൾ തയ്യാറാവുമോ എന്ന ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി. ഭാരതത്തെ വെട്ടിമുറിച്ച കോൺഗ്രസ്സാണ് ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ന്യൂനപക്ഷങ്ങളുടെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സമ്മേളനം പാലക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപത്താണ് ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ ഐക്യദാർഢ്യ സമ്മേളനം നടന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കുരുതിക്ക് പിന്നിൽ പ്രത്യക്ഷത്തിൽ ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും പിന്നിൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഹിന്ദുക്കളുടെ നിലനിൽപ്പ് തന്നെ അപകടമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശിൽ ഔദ്യോഗിക കണക്ക് പ്രകാരം 1200 ഹിന്ദുക്കളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളതെങ്കിലും ഗ്രാമങ്ങളിൽ നൂറുകണക്കിന് ഹിന്ദുക്കളെ കൊല്ലുകയാണ്. നിരാലംബരായ ഇവരെ ഇതിലേക്ക് എറിഞ്ഞുകൊടുത്ത ശക്തികൾ ആരാണെന്ന് തിരിച്ചറിയണം. ഹിന്ദുവിൻ്റെ ശത്രു ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഇല്ലാതാക്കിയാൽ മാത്രമേ നിലനിൽക്കാൻ സാധിക്കൂവെന്ന് അദ്ദേഹം പറഞ്ഞു. ആകെ 6,84,00,000 ആളുകളാണ് ഉണ്ടായിരുന്നത് ബംഗ്ലാദേശിൽ. അതിൽ ഹിന്ദുക്കൾ 23%. ഇന്നിപ്പോ ഹിന്ദുവിന്റെ ശതമാനം 7.95%. അതായത് 1/3 കുറഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ ആകെ ജനസംഖ്യ 18 കോടിയുടെ അടുത്താണ് 2023 കണക്കനുസരിച്ച്. അതായത് മുസ്ലിം ജനസംഖ്യ 3 ഇരട്ടി വർദ്ധിച്ചിരിക്കുന്നു, ഹിന്ദു ജനസംഖ്യ 1/3 കുറഞ്ഞിരിക്കുന്നു. മതേതരത്വം ജയിച്ചെന്ന പേരിൽ കേരളത്തിലെ ആദ്യ SDP അംഗം നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. കോൺഗ്രസിന്റെ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ ചവിട്ടിത്താഴ്ത്തുക എന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം സമൂഹവും തങ്ങളുടെ മതക്കാർ ചെയ്യുന്ന ക്രൂര കൊലപാതകങ്ങളിൽ എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ എന്നും ഇടതു വലത് മുന്നണികൾ ബംഗ്ലാദേശിനു വേണ്ടി ഒരു മെഴുകുതിരിയെങ്കിലും കത്തിക്കാൻ തയ്യാറാവുമോ എന്നും അദ്ദേഹം ചോദിച്ചു. ഹിന്ദുക്കളുടെ കാര്യത്തിൽ കോൺഗ്രസിന് യാതൊരു താല്പര്യവും ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. അവരെ ചവിട്ടി മതിക്കുക, അവരെ ചവിട്ടി ഇറക്കുക എന്നുള്ളത് ഒരു ക്രൗര്യ വിനോദമായിരുന്നു കോൺഗ്രസിന് എന്നും ഉണ്ടായിരുന്നത്. മറ്റാരെങ്കിലും ചെയ്യുമ്പോൾ അത് ആസ്വദിക്കലായിരുന്നു കോൺഗ്രസിന്റെ രീതി, കോൺഗ്രസിന്റെ നീതി. ചരിത്രത്തിൽ എപ്പോഴും അങ്ങനെയാണ്. കൊന്നൊടുക്കിയതാണ്, നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയാണ്. ഇതൊന്നും പറ്റാത്തതിന് ആട്ടിയോടിച്ചതാണ്. മദനിക്ക് വേണ്ടിയും പൗരത്വ നിയമത്തിലും വഖഫിലും 140 പേരും ഒറ്റക്കെട്ടായി നിയമസഭയിൽ പ്രമേയം പാസാക്കിയവരാണ്. ഇംഗ്ലണ്ടിലെ പാർലമെന്റിൽ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ ശബ്ദമുയർത്തി. എന്നാൽ ഇന്ത്യയിലെ പ്രതിപക്ഷം മൗനം പാലിക്കുന്നു. അദാനി അംബാനി എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ഇപ്പോൾ സംഭാലിലേക്ക് പോവുകയാണ്. നെഹ്റുവിനെ പോലുള്ള കോൺഗ്രസുകാരുടെ അധികാര ആർത്തിയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥയ്ക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. RSS വിഭാഗ് സംഘചാലക് VK സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. ചിന്മയ മിഷൻ ആചാര്യൻ സ്വാമി അശേഷാനന്ദ, ഓലശ്ശേരി ദയാനന്ദാശ്രമം മഠാധിപതി സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി, ആനിക്കോട് വെട്ടിക്കാട് അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ദേവാനന്ദപുരി തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, പാലക്കാട്.